സിനിമ കാണുന്ന സമയത്ത് ഏതെങ്കിലും വൈകാരികമായിട്ടുള്ള ഇമോഷണൽ സീൻസ് ഒക്കെ കാണുമ്പോൾ കണ്ണ് നിറയാറുള്ള ആൾക്കാരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ കരച്ചിൽ വരാറുണ്ടോ? അതല്ലെങ്കിൽ കരച്ചിൽ നിങ്ങൾ മറച്ചു പിടിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കാണ് എന്നല്ല കാണിക്കുന്നത്, മറിച്ച് ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ബ്രെയിനിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇത് കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ വാപ്പയുടെ അടുത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും ഇമോഷണൽ എലമെന്റ് ഉള്ള സങ്കടത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ ആരെങ്കിലും സഹായിച്ചതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചില ആൾക്കാർ നമ്മളെ സഹായിച്ചതൊക്കെ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വാപ്പയുടെ കണ്ണ് നിറയുന്ന കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം വൈകാരികമായ എലമെന്റ് ഉള്ള ആൾക്കാർ സർപ്രൈസ് കൊടുക്കുന്ന, അപ്രതീക്ഷിതമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മൊമെന്റ്സ് ഒക്കെ BGM ഒക്കെ കയറ്റി റീലായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും കണ്ണിങ്ങനെ നിറയാറുണ്ട്. ആക്ച്വലി ഇത്തരത്തിലുള്ള കണ്ണുനീരിനെ സിനിമ കാണുന്ന സമയത്ത്, വൈകാരികമായ രംഗങ്ങൾ കാണുന്ന സമയത്ത്, സന്തോഷത്തിൻ്റെതായിട്ടുള്ള ആനന്ദത്തിൻ്റെതായിട്ടുള്ള റീലുകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കണ്ണുനീരിനെ ഇമോഷണൽ ടിയർ എന്ന് പറയാം. അതായത് നിങ്ങളുടെ എംപതി സ്കില്ലിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇതിനെ പറയാന്നുള്ളതാണ്. ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക, പ്രത്യേകിച്ച് സിനിമ കാണുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ ജേർണിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. സോ കഴിഞ്ഞ തവണ നിങ്ങളുടെ കൂടെ സിനിമ കാണുന്ന സമയത്ത് കണ്ണ് നിറച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഉണ്ടല്ലോ, അയാളെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം.